ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ദേവികൻ വരണം, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. അല്ല, ഞാനിവിടെ അച്ഛനോടൊന്ന് പറഞ്ഞിട്ട്. ഒരു നല്ല കാര്യത്തിനല്ലേ വരുന്നത്, അത് ഞങ്ങളുടെ കൂടെ. അച്ഛൻ സമ്മതിക്കും. ഞാൻ ഫോൺ അക്ഷരയ്ക്ക് കൊടുക്കാം. ദേവിക. ഹലോ ദേവിക. ആ മാഡം, അങ്ങനെ കുടുംബത്തിലൊരു നല്ല ചടങ്ങ് നടക്കാൻ പോകുന്നല്ലേ? അതെ, ആ ചടങ്ങിനൊപ്പം മറ്റൊരു ചടങ്ങ് കൂടി നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതെന്താ മാഡം? ഓ, ദേവികയ്ക്ക് പിന്നെ ഒന്നും അറിയത്തില്ലല്ലോ. മണ്ടി കളിക്കാൻ മിടിമിടിക്കുകയാണല്ലോ. ദേവികയും സിദ്ധുവും തമ്മിലുള്ള കല്യാണമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നും നടക്കത്തില്ല മാഡം. നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദേവികയാ. ദേവിക ഒന്ന് യെസ് പറഞ്ഞ പിറ്റേന്ന് തന്നെ കല്യാണം നടക്കും. ഫോണും പിടിച്ചോണ്ട് അവിടെ ഇരുന്ന് വേർക്കണ്ട, ഫോൺ വെച്ചോ. ഞായറാഴ്ചത്തെ കാര്യം മറക്കരുത്. ശരി മാഡം. ശരി. എന്നാ കിട്ടണ വല്ല ലോട്ടറി അടിച്ചു? ലോട്ടറി അടിച്ചതും പിടിച്ചതൊന്നും എനിക്കല്ലടേ. യവനാ എന്താ സംഭവം? നമ്മുടെ പരുന്തിന് കല്യാണം ആയെന്നേ. അല്ല, ഏത് ജയിലിൽ നിന്നാ പെണ്ണ്? ചുമ്മാ കയറി ചെകയല്ലേ. പെണ്ണ് ജയിലിൽ നിന്നും പോലീസ് സ്റ്റേഷൻ ഒന്നും അല്ല. പിന്നെ നിരഞ്ജൻ സാറിന്റെ അമ്മാവന്റെ മകളാ ആള്. ഓ, പൊന്നുമണി.